അപ്പോൾ നമ്മുടെ കാര്യവട്ടത്ത് ആണ് നാളെ 5th T20 നടക്കുന്നത്, അവസാന T20 നടക്കുന്നത്. അപ്പം നമ്മുടെ സഞ്ജു സാംസൺ നാളെ കളിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിനൊരു 3 കാരണങ്ങളുണ്ട്. ആ 3 കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, തിലക് വർമ്മ ഇഞ്ചേർഡാണ്, വരില്ല, സ്ക്വാഡിൽ കളിക്കില്ല. ഇനി തിലക് വർമ്മ ഡയറക്റ്റ് വേൾഡ് കപ്പിലേ കാണുള്ളൂ. 2, പിന്നെ സ്ക്വാഡിലുള്ള ഒരു പ്രോപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് അയ്യരാണ്, ശ്രേയസ് അയ്യർ. T20 വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇല്ല. അപ്പോൾ T20 വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇല്ലാത്തൊരാളെ T20 വേൾഡ് കപ്പിന് 10 ദിവസം ബാക്കി നിൽക്കെ ഒരു ചാൻസ് അനാവശ്യമായിട്ട് കൊടുക്കില്ല. സ്പെഷ്യലി സഞ്ജു ഫോം കണ്ടെത്താത്തൊരു സിറ്റുവേഷനിൽ. മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരം സഞ്ജുവിൻ്റെ സ്വന്തം നാടായതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് അങ്ങനൊരു ഇത് കാണിക്കില്ല. കാര്യം റീസൺ നമുക്കറിയാം. ഇപ്പം സഞ്ജുവിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാക്കിങ് കിട്ടിയൊരു ഫേസാണ് ഈ നടക്കുന്നത്. ധോണിയുടെ അണ്ടറിൽ കളിച്ചപ്പോഴും, കോഹ്ലിയുടെ അണ്ടറിൽ കളിച്ചപ്പോഴും, രോഹിത് ശർമ്മയുടെ അണ്ടറിൽ കളിച്ചപ്പോഴും സഞ്ജുവിന് ഇത്രയും ബാക്കിങ് കിട്ടിയിട്ടില്ല. സൂര്യകുമാർ യാദവ് സഞ്ജുവിനെ ബാക്ക് ചെയ്ത പോലെ ആരും ബാക്ക് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ അവർ തമ്മിൽ സ്പെഷ്യൽ ബോണ്ടിങ് ഉണ്ട്. നമ്മൾ ഇപ്പം അവർ എയർപോർട്ടിലൊക്കെ വന്നിറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ സ്കൈ സഞ്ജുവിനെ സ്വീകരിക്കുന്നത് ഒരു പ്രത്യേക ബോണ്ടിങ് ഉണ്ട് അവർ തമ്മിൽ. അപ്പോൾ ഒരിക്കലും സഞ്ജു സൂര്യകുമാർ യാദവ് അങ്ങനെ ഒരു അക്രമം എന്തായാലും കാണിക്കത്തില്ല, സഞ്ജുവിനെ ഡ്രോപ്പ് ചെയ്തൊരു അക്രമം എന്തായാലും കാണിക്കത്തില്ല എന്നത് 100% ഉറപ്പാണ്. അടുത്ത ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് സഞ്ജു നാളെ തിരുവനന്തപുരത്ത് മികച്ചൊരു ഇന്നിങ്സ് കളിച്ചാൽ കൂടി വേൾഡ് കപ്പിൽ ചാൻസ് കിട്ടുമോ? അതൊരു ചോദ്യമാണല്ലേ. ഇനി വേൾഡ് കപ്പിൽ ചാൻസ് കൊടുത്തില്ല എങ്കിൽ നമുക്കത് മാനേജ്മെൻറ്റിന് കുറ്റം പറയാൻ പറ്റും, അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് പറ്റില്ല എന്ന് തന്നെയാണ്. റീസൺ ഇപ്പം കുറേ ചാൻസസ് കിട്ടിയല്ലേ. ഇതിനു മുമ്പ് ഇംഗ്ലണ്ട് സീരീസിൽ 5 T20 കളിച്ചു. അതുപോലെ ഇപ്പം ന്യൂസിലൻഡുമായിട്ട് ഇപ്പോൾ ഒരു 4 T20 കളിച്ചു. പ്രത്യേകിച്ചൊന്നും പിന്നെ ഒരു സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള സ്കോറൊന്നും പുള്ളിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ചാൻസസ് കിട്ടുന്നുണ്ട്. ഇവിടെ ലോബിയും കാര്യങ്ങളും മറ്റൊന്നും ഇല്ല. നമ്മൾ പലതവണ അങ്ങനെ ഘോരം വാദിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ ലോബി, പിന്നെ സഞ്ജുവിന് ചാൻസ് കിട്ടുന്നില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ അത് കിട്ടുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചാൻസുകൾ മുതലാക്കുന്നില്ല, അതാണ് സത്യാവസ്ഥ. റീസൺ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും. ഇപ്പം ശരിയാണ്, ഓഫ് കോഴ്സ് മറ്റൊരു യങ്സ്റ്റർ നേരിടേണ്ടി വന്ന പ്രഷറല്ല സഞ്ജു നേരിടുന്നത്. ഇന്ന് വരെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്ലെയറും ടീമിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതിന് മുമ്പ് സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല. പക്ഷെ സഞ്ജു അതാണ്. നമുക്ക് കേരളക്കാർക്ക് മാത്രമല്ല, ഹോൾ ഇന്ത്യ, നമുക്കിപ്പോൾ ഫേസ്ബുക്ക് പേജസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ മാത്രമല്ല സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നത്. തമിഴരും തെലുങ്കരും ഹിന്ദിക്കാരും ബംഗാളികളും എല്ലാവരും ചെയ്യുന്നുണ്ടത്. എല്ലാവരും സഞ്ജുവിനെ എന്തിനാണ് ഇങ്ങനെ തഴയുന്നതെന്നുള്ള ഒരു വാദമാണ് നടത്തുന്നത്. അപ്പം ഓൾറെഡി ഇന്ത്യയിൽ ഒരു സൂപ്പർ സ്റ്റാറാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. ഓർക്കണം, ടീമിൽ എസ്റ്റാബ്ലിഷ്ഡ് അല്ല. അങ്ങനെ ഒരു പ്ലെയറിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കണം. നിങ്ങളുടെ ഓർമ്മയിൽ ആരെങ്കിലും അങ്ങനെ വരുന്നുണ്ടോ? അങ്ങനെ ഒരു പ്ലെയർ ടീമിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതിന് മുമ്പ് തന്നെ സ്റ്റാറായി കഴിഞ്ഞു. അപ്പോൾ ആ പ്രഷർ നിസ്സാരമായിട്ടുള്ളൊരു പ്രഷറല്ല. ആ പ്രഷർ ഓവർകം ചെയ്ത് വേണം പിന്നെ പെർഫോം ചെയ്യാൻ എന്നുള്ളത്. അപ്പം സ്റ്റാർഡത്തിൻ്റെ പ്രഷർ മാത്രമല്ല, ഞാനൊന്ന് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാൻസ് എടുക്കാൻ 10 പേര് വരിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രഷറും കൂടെ ഉണ്ട്. അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചുള്ള പ്രഷർ ഭീകരമാണ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് ഇല്ല. ഇപ്പം 3 സെഞ്ചുറി അടിച്ചിട്ട് ഇപ്പം കഴിഞ്ഞു. അത് കാലങ്ങളായി ആ ഒരു 3 സെഞ്ചുറിയുടെ കാര്യം അല്ലേ. അപ്പോൾ BCCI ചാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ അതിലൂടെ പ്രത്യേകിച്ച് ഇപ്പം ടെക്നിക്കൽ എററും പിന്നെ എക്സ്പേർട്സ് കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഗവാസ്കറിനെ പോലെ എക്സ്പേർട്സിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 3 സ്റ്റംപ്സും എക്സ്പോസ് ചെയ്ത് കളിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ എല്ലാ ബോളും ബാക്ക് ഫുട്ടിൽ നിന്ന് കളിക്കുന്നു. ഈവൻ സ്പിന്നേഴ്സിനെ പോലും അനാവശ്യമായിട്ട് ബാക്ക് ഫുട്ടിൽ നിന്നാണ് കളിക്കുന്നത് എന്നൊക്കെയുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് വരെ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ഇഷാൻ കിഷൻ കത്തുന്ന ഫോമിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ കറൻറ്റ് ഫോമും പിന്നെ
ടെക്നിക്കൽ പ്രഷറൊക്കെ വെച്ചോ അല്ലെങ്കിൽ ടെക്നിക്കൽ എറേഴ്സും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ വേൾഡ് കപ്പിന് 10 ദിവസം ബാക്കി നിൽക്കെ കറണ്ട് സിറ്റുവേഷനിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് സഞ്ജുവിന് ഫസ്റ്റ് മാച്ചിൽ ചാൻസ് കിട്ടിയില്ല, പകരം ഇഷാൻ കിഷനാണ് കൊടുക്കുന്നതെങ്കിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ സഞ്ജുവിനേക്കാൾ കൂടുതൽ ഇഷാൻ കിഷൻ ഡിസേർവ്സ് എ പ്ലേസ് ഇൻ 11. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അഭിപ്രായം കമൻസിൽ പറയാം.